ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കാരുണ്യവാനായ ദൈവമേ, ദൈവവചനത്തിനായി കാതോർക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ഈ തിരുവചനം ഗ്രഹിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ആവശ്യമായ കൃപാവരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഈശോ കളകളുടെ ഒരു ഉപമ പറയുന്നുണ്ട്. കളകളുടെ ഒരു ഉപമ. അവിടെ യേശു പറയുകയാണ്, രാത്രി ഒരു മനുഷ്യൻ പാടത്ത് ഗോതമ്പ് വിതയ്ക്കുകയാണ്. രാത്രി ദുഷ്ടൻ വന്ന് കളകൾ വിതച്ചിട്ട് പോയി. ഇതിനെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. ആ വചനം ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം അധ്യായം 13, 24 മുതലുള്ള വാക്യങ്ങൾ. മറ്റൊരു ഉപമ അവൻ അവരോട് പറഞ്ഞു, ഒരു വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കുക. ആളുകൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. ഇതാണ് കർത്താവ് പറഞ്ഞ ഉദാഹരണം. സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, സ്വർഗീയമായ എല്ലാ വരങ്ങളാലും അനുഗ്രഹിച്ചവൻ. ഇതാണ് നമ്മളെക്കുറിച്ച് കർത്താവ് പറയുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ സ്വീകരിച്ച ഒരു വിശ്വാസിക്ക് യാതൊരു തരത്തിലുള്ള വരത്തിൻ്റെയോ ദാനത്തിൻ്റെയോ ഫലങ്ങളുടെയോ കുറവില്ല. വിശുദ്ധ ചാവറക്കുറിയാക്കോസ് ഏലിയാസ് അച്ഛന് മാമോദീസായിലൂടെ എന്ത് കിട്ടിയോ അത് തന്നെയാണ് എനിക്കും കിട്ടിയത്, ശ്രോതാക്കളായി നിങ്ങൾക്കും കിട്ടിയത്. ആ കൃപകളെ വളർത്തിയെടുക്കുന്നതനുസരിച്ചിരിക്കും ഒരു വ്യക്തിയുടെ ആധ്യാത്മിക ജീവിതം. വിശുദ്ധ ചാവറക്കുറിയാക്കോസ് ഏലിയാസ് അച്ഛൻ ഒരിക്കൽ പറഞ്ഞത്, മാമോദീസായിലൂടെ എനിക്ക് ലഭിച്ച ആ ദൈവിക ദാനം, വരം, പാപം ചെയ്ത് ഒരിക്കൽ പോലും ഞാൻ നശിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എല്ലാ മനുഷ്യരും. ഇതാണ് ബൈബിൾ പറയുന്നത്. ഒരു സ്വർഗരാജ്യത്തെ എന്തിനോട് ഉപമിക്കാമെന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഇങ്ങനെയാണ് ഓരോ മക്കളെയും ദൈവം സൃഷ്ടിച്ചത്. പക്ഷെ ഇതിനിടയിൽ പിശാച്, ശത്രു വന്ന് കളകൾ വിതച്ചിട്ട് കടന്നു പോകുന്നുണ്ട്. പലതരത്തിലുള്ള കളകൾ. ജഡിക ആസക്തിയുടെ കളകളാകാം ചില വ്യക്തിയുടെ ഉള്ളിൽ വീണ് വളർന്നിരിക്കുന്നു. മറ്റു ചിലരിൽ ലഹരി പദാർത്ഥങ്ങളോടുള്ള താല്പര്യം, മദ്യം. ബാക്കി എല്ലാ മേഖലയിലും ആ വ്യക്തിയെക്കുറിച്ച് ഒരു ദോഷവും പറയാനില്ല. പക്ഷെ മദ്യത്തിന് കിട്ടുന്നത് മുഴുവനും മദ്യത്തിന് ചെലവഴിക്കുക. അതിൻ്റേതായ കുറവുകൾ വീട്ടിലുമുണ്ട്. ഇത് ദൈവം വിതച്ചതല്ലെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. ഇന്ന് അടിതൊട്ട് മുടി വരെ നല്ല ജീവിതം നയിക്കുന്നവർ എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരിൽ പോലും തന്ത്രപൂർവ്വം പിശാച് വിതച്ചിട്ട് പോയ മറ്റൊരു കളയാണ് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്ത്. വെറുപ്പ്, വിദ്വേഷം എന്ന് പറയുന്നത് ഒരു വിത്താണത്. വിത്താണെങ്കിൽ തീർച്ചയായിട്ടും അത് മണ്ണിൽ വീണ് കഴിയുമ്പോൾ മുളയ്ക്കാൻ സാധ്യതയുണ്ട്. മുളയ്ക്കുകയാണെങ്കിൽ അത് മുളച്ച് വരുമ്പോൾ അതിനെ താങ്ങി നിർത്തുന്നതും അതിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി വേര് താഴേക്ക് പടർന്ന് പന്തലിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥം. അവിടെ പറയുകയാണ്, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. മാമോദീസായിലൂടെ, മറ്റ് കുമ്പസാരത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, ധ്യാനത്തിലൂടെ ദൈവം തൻ്റെ മക്കൾക്ക് സൗജന്യമായിട്ട് നൽകുന്ന ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ എന്ന് പറയുമ്പോൾ ആർക്ക് വേണമെങ്കിലും ഇത് നഷ്ടപ്പെടാം എന്നുള്ളത്. ഞാൻ കണ്ടിരിക്കുന്നത് വാഹനങ്ങൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ അപകടം പറ്റുന്നത് വളരെ വിരളമായിട്ടേ കേട്ടുള്ളൂ. മോട്ടോർ സൈക്കിളാണെങ്കിലും കാറാണെങ്കിലും. അതേസമയത്ത് പഠിച്ചു കഴിയുമ്പോഴാണ് കൂടുതൽ അപകടം സംഭവിക്കുന്നത്. ഇതുപോലെ നമ്മൾ ആധ്യാത്മിക ജീവിതത്തിൽ ഈ ശിശുവായി കടന്നു വന്നപ്പോൾ വാക്കും പ്രവൃത്തിയും ജീവിതമെല്ലാം വളരെ ശ്രദ്ധാപൂർവമായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. കുറച്ച് വളർന്നു കഴിയുമ്പോൾ എന്തോ ആയി എന്നൊരു ഭാവം നമ്മൾ അറിയാതെ നമ്മളിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ എന്ന് പറയുമ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും നഷ്ടപ്പെടാം എന്നുള്ളതാണ് അതിൻ്റെ മറുവശം. നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ ദാവീദിനേക്കാൾ ദൈവകൃപ ലഭിച്ച ആരെങ്കിലും സഭയിൽ നമ്മുടെ കൂട്ടത്തിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രമാത്രം കൃപ സ്വീകരിച്ച വ്യക്തിയായിരുന്നു. എന്നിട്ട് വലിയ തകർച്ച, വീഴ്ച ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായത് നമുക്കറിയാം, നമ്മളൊക്കെ വായിച്ചിട്ടുള്ളതാണ്. 6-ാം പ്രമാണത്തിന് ലംഘനം ഈ വ്യക്തിയിൽ സംഭവിക്കുന്നു.
അത് മറയ്ക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൊരു കൊലപാതകം ആവശ്യമായിട്ട് വന്നു, അതും നടത്തി. ഇത്രയും കൃപ ലഭിച്ചൊരു വ്യക്തിക്ക് ഇത്രയും അധപ്പതിക്കാമെങ്കിൽ നമ്മുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും? അതുപോലെ തന്നെ സോളമനെക്കുറിച്ച് ബൈബിൾ പറയും, സോളമനെ പോലൊരു ജ്ഞാനി ഭൂമിയിൽ ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. ആ സോളമനും പിന്നീട് അധപ്പതിച്ച് വിജാതീയ സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിച്ച് വിഗ്രഹാരാധന നടത്തി ഇസ്രായേലിനെ കൊണ്ടും വിഗ്രഹാരാധന ചെയ്യിച്ചു. ഇനി പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ശക്തനായ യേശു സഭ സ്ഥാപിക്കാൻ വേണ്ടി ലീഡറായി തിരഞ്ഞെടുത്ത വിശുദ്ധ പത്രോസ്ലിയ, ആ പത്രോസ്ലിയ ഉണ്ടായിരുന്നു, ഇവരെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും നിൻ്റെ കൂടെ മരിക്കേണ്ടതായി വന്നാൽ പോലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല. യേശു പറഞ്ഞു, നീ ഇന്ന് എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് നവീകരണത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ശുശ്രൂഷ ചെയ്യുന്നു, അതുകൊണ്ട് നമ്മൾ എത്തേണ്ടയിടത്ത് എത്തിയെന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോഴും യാത്രയിലാണ്. അപ്പോൾ എപ്പോഴും നമ്മളിലേക്കൊരു കണ്ണ് ആവശ്യമാണ്. വിശുദ്ധ പൗലോസ്ലിയ 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പൗലോസ്ലിയ തന്നെക്കുറിച്ച് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ടൊരു മനുഷ്യനെക്കുറിച്ച് എനിക്കറിയാം. എന്നിട്ട് ആ പൗലോസ്ലിയ പറയുന്നത് 1 കൊരിന്ത്യസ് 9:27 മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിക്കുന്നു. എൻ്റെ നോട്ടം, എൻ്റെ ചിന്ത, എൻ്റെ സംസാരം, എൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ ഇത് ക്രിസ്തുവിന് എതിരായിട്ട് നീങ്ങുന്നുണ്ടോ എന്ന് കടിഞ്ഞാണിട്ട് ഞാൻ നിയന്ത്രിക്കുന്നുണ്ട്. അവിടെ തിരുവചനം പറയുന്നു. അപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിൽ ബൈബിൾ പറയുകയാണ്, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്ന് പറയുമ്പോൾ ആർക്ക് വേണമെങ്കിലും നഷ്ടപ്പെടാം എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്? തൊട്ട് താഴെ ഹെബ്രായർ 12:15 പറയുകയാണ്, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്നിട്ട് പറയുക, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. അപ്പോൾ വിധക്കാരൻ്റെ ഉപമയിൽ ശത്രു കള വിതച്ചെന്ന് പറയുമ്പോൾ വെറുപ്പ്, വിദ്വേഷം ഒരു വിത്താണ്. ആരെങ്കിലും എൻ്റെ ഉള്ളിലേക്കൊരു വിത്ത് വലിച്ചെറിഞ്ഞു എന്ന് കരുതിക്കൊണ്ട് എനിക്ക് പേടിക്കാനൊന്നുമില്ല. അത് അവിടെ കടന്ന് അതിന് വേര് മുളയ്ക്കാൻ അനുവദിക്കരുത്. ഓരോ വിത്തിനും അത് മുളയെടുക്കാൻ, അത് ഫലം തരാൻ അതിൻ്റേതായ സമയമെടുക്കും. ഒരു വാഴ നട്ടാൽ ഫലമെടുക്കുന്ന സമയമല്ല ഒരു തെങ്ങിൻ തൈ നട്ടാൽ ഫലമെടുക്കാനെടുക്കുന്ന സമയം. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ വീഴുന്ന വിത്ത് വേര് മുളയ്ക്കാനും ഒരു സമയം ബൈബിൾ പറയുന്നുണ്ട്. ഒരു പക്ഷേ എനിക്കെതിരെ ആരെങ്കിലും ഒന്ന് സംസാരിച്ചെന്ന് കേൾക്കുമ്പോൾ മനുഷ്യനായതുകൊണ്ട് കുറച്ച് വിഷമം തോന്നും. എന്നെ ഒരാൾ സാമ്പത്തികമായിട്ട് വലിയ വഞ്ചന നടത്തി. ഒരിക്കൽ ധ്യാനത്തിന് വന്നൊരു മനുഷ്യൻ 40 ലക്ഷം രൂപയാണ് വഞ്ചിക്കപ്പെട്ടത്. സ്വന്തക്കാരനുമായിട്ട് കൊടുക്കൽ വാങ്ങൽ ചെയ്യുന്ന മനുഷ്യന് ഒരിക്കൽ ഒരു ആഴ്ചത്തെ അവധിക്കൊക്കെ കൊണ്ടുവന്നു. ഈ ആഴ്ച 40 ലക്ഷം രൂപ കൊണ്ടിട്ട് തിരിച്ചു കൊടുക്കുന്നില്ല. ഒന്ന് ഫോണിൽ ബന്ധപ്പെടാമെന്ന് വെച്ചാൽ ഫോൺ എടുക്കില്ല. വീട്ടിൽ ചെന്ന് സംസാരിച്ചപ്പോൾ ആ സംഭാഷണം ഇങ്ങനെയാണ് അവസാനിച്ചത്, തൽക്കാലം ഞാൻ തരാൻ ഉദ്ദേശിച്ചിട്ടില്ല, പറ്റുമെങ്കിൽ താൻ കിട്ടുന്ന വഴി നോക്കിക്കോ. അപ്പോൾ യേശുവേ സ്തോത്രം എന്ന് പറഞ്ഞ് വരാൻ അത്ര വിശുദ്ധനൊന്നും ആയിരിക്കില്ല. ഞാനും ആയിരിക്കില്ല, നിങ്ങളും ആയിരിക്കില്ല, ആ മനുഷ്യനും ആയിരുന്നില്ല. ഈ സമയത്ത് ഈ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ഒരു നന്മ ചെയ്തിട്ട് ആ വ്യക്തി വഴി പിശാചൊരു വിത്ത് വലിച്ചെറിഞ്ഞു. ആ വിത്ത് ഇനി എങ്ങനെയാണ് പൊട്ടി മുളയ്ക്കുന്നത്? അതിനൊരു സമയം കൊടുത്തിട്ടുണ്ട് ബൈബിളിൽ. എഫേസസ് 4-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങൾ. കോപിക്കാം. ഇപ്പം നമ്മൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് കോപിച്ചുകൂടുന്ന ബൈബിളിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്. ഒരധ്യാപൻ കോപിക്കുന്നു, ഒരധികാരി കോപിക്കുന്നു, മാതാപിതാക്കൾ കോപിക്കുന്നു. കോപിക്കേണ്ടടുത്ത് കോപിക്കുക എന്നുള്ളത് അതൊരു ധാർമ്മികമായിട്ടുള്ള നമ്മുടെ കടമയാണ്. യേശു ക്രിസ്തുവിൻ്റെ മുഖത്ത് തുപ്പിയപ്പോൾ, കരണത്തടിച്ചപ്പോൾ, കാൽവരി കുരിശിൽ തറച്ചപ്പോൾ അവിടുന്ന് കോപിച്ചില്ല. അവിടുന്ന് ഇങ്ങനെയാണ് ചെയ്തത്, പിതാവേ ഇവർ ചെയ്യുന്ന എന്തെന്നറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. എന്നാൽ ജെറുസലേം ദേവാലയം അശുദ്ധമാക്കുന്ന കണ്ടപ്പോൾ മുട്ടുകുത്തി കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുകയല്ല ചെയ്തത്. പിതാവേ ഇവർ ചെയ്യുന്ന എന്തെന്നറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയല്ല ചെയ്തത്. അവിടെ കോപിച്ചു എന്നാണ് പറയുന്നു. അവിടെ ചാട്ടവാറുണ്ടാക്കി, നാണയമാറ്റക്കാരുടെ മേശകളെല്ലാം മറിച്ചിട്ടു. ഇതിന് ധാർമ്മിക രോഷം എന്ന് പറയും. ഒരു പൊതു സാമൂഹ്യ തിന്മ കാണുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ കടപ്പെട്ടവരാണ് ഓരോ വ്യക്തികളും, ഓരോ പൗരനും. അവിടെ ഇത് എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല, ഞാനെന്തിനാ ഇതിനകത്ത് ഇടപെടുന്നത് എന്ന് പറഞ്ഞ് തലയൂരി നിൽക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് കോപിക്കേണ്ടടുത്ത് കോപിക്കുക. ഒരു വികാരമാണത്. അതുകൊണ്ട് കോപിക്കരുത്, ക്രിസ്ത്യാനികളാരും കോപിക്കരുതെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ബൈബിൾ പറയുക കോപിക്കാം.
പക്ഷേ ആ മനുഷ്യൻ, ഞാനായാലും നിങ്ങളായാലും ശ്രദ്ധിക്കേണ്ടത്, കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്. ആരോടാണ് കോപിക്കുന്നത്, എവിടെ വെച്ചാണ് കോപിക്കുന്നത്, അതൊരു നിയന്ത്രണത്തിലായിരിക്കണം ആ കോപം. നിയന്ത്രണം വിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിക്കും. അത് ശ്രദ്ധിക്കണമെന്ന് പറയുക. കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്. അടുത്ത വചനം പറയുകയാണ്, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നവരെ നീണ്ടുപോകാതിരിക്കട്ടെ. ഈ വചന പ്രഘോഷണം എന്ന് പറയുന്നത് ഒരു പ്രവാചക ദൗത്യം. ഇന്ന് ദൈവ കൃപ കൊണ്ട് നമുക്ക് ഈ സംവിധാനങ്ങളുണ്ട്. എനിക്ക് ഒരു വേദിയിൽ ഒരു പക്ഷേ 10 1000 പേരോടോ ലക്ഷങ്ങളോട് എനിക്ക് പ്രസംഗിക്കാൻ സാധിച്ചേക്കും. പക്ഷേ ഈ ഒരു സംവിധാനം എന്ന് പറയുമ്പോൾ ഇന്ന് ലോകം മുഴുവനിലും 10,000ങ്ങളിലേക്ക് ലക്ഷങ്ങളിലേക്ക് വചനം എത്തുക ചെയ്യുന്നു. അങ്ങനെ കൃത്യമായിട്ട് വചനം കേൾക്കുന്ന ജനലക്ഷങ്ങളുണ്ട്. ആ സമയമനുസരിച്ച് ടെലിവിഷൻ ഓൺ ചെയ്ത് സുവിശേഷ പ്രഘോഷണത്തിന് കാതുകൊടുക്കുന്ന ജനലക്ഷങ്ങളുണ്ട്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ കേൾക്കുന്ന വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവർ വിരളമാണ്. അതിൽ പ്രാവർത്തികമാക്കുന്നവർ അതിലും വിരളമാണ്. ഇന്നത്തെ വിശുദ്ധ ബലിയിലെ വായന തന്നെ അതായിരുന്നു. യാക്കോസിലെ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്ന്, നിങ്ങൾ വചനം ശ്രവിക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതോടുകൂടിയാകുവിൻ. വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, പ്രസംഗിക്കുന്ന നിങ്ങൾ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടാണോ പ്രസംഗിക്കുന്നത്? തീർച്ചയായിട്ടും അല്ല. ഒരു ശ്രമമുണ്ട്. ആ ശ്രമമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരു കാതിലൂടെ കേട്ടും മറുകാതിലൂടെ തള്ളിക്കളയുന്ന ഒരു പ്രവണതയല്ല. 100% ഞാൻ വിശുദ്ധനായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യാൻ പറ്റുമോ? പക്ഷെ കേട്ടത് അപ്പാടി മറക്കുകയല്ല. ശ്രമം, എൻ്റെ കുറവുകൾ, എന്നിലെ കുറവുകൾ ഈ ടെലിവിഷനിലൂടെ സംസാരിക്കുമ്പോൾ അത് ഞാൻ എന്നിലേക്ക് എടുക്കണം. എന്നിട്ട് അതെൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കണം. ഇത്രേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പം ബൈബിൾ പറയുകയാണ്, ഒരു വ്യക്തി മൂലം ഒരു പ്രശ്നം ഉണ്ടായി. അപ്പം 40 ലക്ഷം ആ വ്യക്തി വഞ്ചിച്ചു. അന്ന് പ്രഭാതത്തിൽ ഉണർന്നപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചതല്ല. ഉടൻ തന്നെ ഇദ്ദേഹം ചെയ്തത് പട്ടണത്തിൽ ചെന്ന് വാടക കൊലയാളികളെ കണ്ട് ഏർപ്പാട് ചെയ്യുകയാണ് അവനെ ഭൂമുഖത്തും തുടച്ചു നിൽക്കാനായിട്ട്. ഒരുപക്ഷെ അന്ന് കാലത്തോടെ ദേവാലയത്തിൽ പോയ ആളായിരിക്കും, വിശുദ്ധ കുർബാന സ്വീകരിച്ച ആളായിരിക്കും, നോമ്പിൽ പാല് പോലും ഉപേക്ഷിച്ച് നോമ്പെടുത്ത ആളായിരിക്കും, ദീർഘനേരം പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരിക്കും. പിശാച് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു കളകൾ വിതച്ചപ്പോൾ, ഒരു സാഹചര്യം ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം അതിനോട് ഇങ്ങനെയാണ് പ്രതികരിച്ചത്. ഏതായിരുന്നാലും ആ മനുഷ്യൻ ഡിവൈനിൽ വന്ന് ധ്യാനത്തിൽ പങ്കെടുത്ത് ആ വ്യക്തിയോട് ക്ഷമിക്കാൻ തീരുമാനമെടുത്തു. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറയുന്നത് പിശാച് കള വിതയ്ക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അത് ജീവിത പങ്കാളിയിൽ നിന്ന് വരാം, ഭാര്യയിൽ നിന്ന് വരാം, ഭർത്താവിൽ നിന്ന് വരാം, മാതാപിതാക്കളിൽ നിന്ന് വരാം, മരുമക്കളിൽ നിന്ന് വരാം. ആരിൽ നിന്നും ആരെ വേണമെങ്കിലും പിശാചിന് ആക്കാൻ പറ്റും. ഈ വ്യക്തി വഴിയായിരിക്കും എന്നിലേക്ക് എന്നെ ക്ഷോഭിപ്പിക്കാൻ, എനിക്ക് ദുഃഖമുണ്ടാക്കാൻ, എനിക്ക് നഷ്ടമുണ്ടാക്കാൻ മറ്റൊരു ശക്തി പ്രവർത്തിക്കുന്നു. ദൈവിക ജ്ഞാനമില്ലാത്ത വ്യക്തികൾ ആ വ്യക്തി പറഞ്ഞ വാക്ക്, ആ വ്യക്തി ചെയ്ത പ്രവൃത്തിയുടെ ഗൗരവം ആ വ്യക്തിയിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും. ഇത്രയും പിശാച് ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് ബൈബിൾ പറയുകയാണ്, കോപം ഒരു വികാരമാണ്, കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നവരെ നീണ്ടുപോകാതിരിക്കട്ടെ. ഈ തിരുവചനം കേൾക്കുന്ന ഏതെങ്കിലും ഒരു മകൻ, മകൾ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് ദയവ് ചെയ്തൊന്ന് ആത്മശോധന ചെയ്യുകയും, എനിക്ക് ആരോടെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി, ഭിന്നതയുണ്ടായിട്ട് സൂര്യൻ എത്ര പ്രാവശ്യം അസ്തമിച്ചു ഉദിച്ചു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ദൈവം ഇത് ആഗ്രഹിക്കുന്നുണ്ട്. ഒരച്ചിലിട്ട് വാർത്തതുപോലെ ഞാൻ കാണുന്ന പോലെ എല്ലാവരും കാണണം, ഞാൻ ചിന്തിക്കുന്ന പോലെ എല്ലാവരും ചിന്തിക്കണം, എന്നെ എല്ലാവരും ബഹുമാനിക്കണം എന്നൊന്നും പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല. ഇവിടെ ഏതാണ്ട് 740 കോടിയോളം മനുഷ്യരുള്ളിടത്ത് ഒരാളുടെ കൈരേഖ പോലെ വേറൊരാൾക്കില്ല. ഒരപ്പൻ്റെ 5 മക്കൾ വ്യത്യസ്ത സ്വഭാവക്കാരാണ്. എന്നിട്ട് ഞാൻ ചിന്തിക്കുന്ന പോലെ എല്ലാവരും ചിന്തിക്കണമെന്ന് പറയാൻ പറ്റുമോ? അപ്പം അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പം അങ്ങനെ പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അത് 12 മണിക്കൂറിൽ കൂടുതൽ അതിന് ആയുസ് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഈ പറഞ്ഞ വിത്തിന് അവിടെ വേര് മുളയ്ക്കും. അതാണ് അപ്പോൾ ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. എങ്ങനെയാണ് പ്രായോഗിക തലത്തിൽ ഈ പ്രശ്നത്തെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം? 40 ലക്ഷം രൂപ ഒരു വ്യക്തി വഞ്ചിരിച്ചിരിക്കുക, അയാളുടെ മനസ്സിൽ വിഷമം ഇല്ലാതിരിക്കുമോ? വേദന ഇല്ലാതിരിക്കുമോ? ദുഃഖം ഇല്ലാതിരിക്കുമോ? ഉണ്ടാകും. ഈ പ്രശ്നത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഏറ്റവും നല്ലത് ദൈവസന്നിധിയിലേക്ക് ആശ്രയം വയ്ക്കുക, ദൈവസന്നിധിയിൽ ശരണം തേടുക എന്നുള്ളതാണ്. ജോബിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വലിയ ദുഃഖ ദുരിതങ്ങൾ കടന്നു വരിക, അപകടങ്ങൾ, മക്കളെല്ലാം ഒരു അപകടത്തിൽ വീട് തകർന്ന് മരിക്കുന്നു,
വരുമാന മാർഗമെല്ലാം കൊള്ളക്കാർ നശിപ്പിക്കുന്നു. ആ വ്യക്തി ചെയ്ത് ദുഃഖമുണ്ടായി. അദ്ദേഹം ചെയ്തത് ഇന്ന് ചിലർ കർഷകർ കൃഷി നശിക്കുമ്പോൾ, ഇഞ്ചി കൃഷി നശിക്കുമ്പോൾ, വാഴക്കൃഷി നശിക്കുമ്പോൾ, ജപ്തി നോട്ടീസ് വരുമ്പോൾ ധാരാളം പേര് മുഴങ്കയറാണ് എടുക്കുന്നത്. ജോബ് മുഴങ്കയറല്ല എടുത്തത്. ജോബ് നേരെ ദൈവസന്നിധിയിലേക്ക് വന്നു. ദുഃഖമുണ്ടായി. ഇട്ടിരുന്ന് ഉടുപ്പൊക്കെ വലിച്ചു കീറി. അത് യഹൂദർ ചെയ്യാറുള്ളതാണ്. തമ്പുരാൻ്റെ തിരുമുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് ജോബ് പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ അമ്മയുടെ ഉദരത്തിൽ വന്നപ്പോൾ ടൺ കണക്കിന് ഇഞ്ചി കൃഷിയും കൊണ്ടല്ല വന്നത്. ഞാൻ അമ്മയുടെ ഉദരത്തിൽ വന്ന കോടിക്കണക്കിന് ഡോളറും കൊണ്ടല്ല വന്നത്. ഇന്ന് എന്നെ ദൈവം വിളിച്ചു കഴിഞ്ഞാൽ ഈ ആഡംബര ബംഗ്ലാവും ഈ വാഹനവും ഞാൻ സമ്പാദിച്ച് മുഴുവനും വിട്ടിട്ട് വന്നതുപോലെ ആരുടെ മണ്ണിലേക്ക് പോകേണ്ടവനാണ്. അപ്പം അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, മനസ്സിൽ ഓളം തള്ളുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ പ്രാർത്ഥനാ മുറിയിലേക്ക് ചെന്ന് അല്ലെങ്കിൽ വചനം ഒന്നെടുത്ത് ഒരു 10 നിമിഷം ദൈവത്തെ ധ്യാനിച്ച് കണ്ണടച്ചിരിക്കാൻ പറ്റുമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പിശാച് മുതലെടുക്കില്ല. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ദൈവത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും. എന്താണ് ആ വചനം? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അപ്പോഴാ 40 ലക്ഷം രൂപ തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, പറ്റുമെങ്കിൽ താൻ കിട്ടുന്ന വഴി നോക്കിക്കോ എന്ന് പറയുമ്പോൾ ആ വ്യക്തി ചെയ്യേണ്ടത് ദൈവസന്നിധി അടുത്ത ദേവാലയത്തിൽ ചെന്ന് ഒന്നും പ്രാർത്ഥിക്കേണ്ട, 10 മിനിറ്റ് അവിടെ ഇരുന്നാൽ മതി. ആ കേസ് ദൈവം ഏറ്റെടുത്തേനെ. അത് ചെയ്തില്ലെങ്കിലോ ഈ കള്ളൻ പിശാച് അത് ഏറ്റെടുക്കും. അവൻ ഏറ്റെടുത്തപ്പോഴാണ് വാടക കൊലയാളികൾക്ക് ഉള്ള തുകയെല്ലാം പറഞ്ഞ് ഉറപ്പിച്ചു. അഡ്വാൻസായിട്ട് 25,000 രൂപ കൊടുത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇത് ഒരു ഒറ്റപ്പെട്ട മനുഷ്യൻ്റെ ഇന്ന് ഇത്രയും 10-35 വർഷമായിട്ട് കേരളക്കരയിൽ ഇത്രയും വചനം പ്രഘോഷിച്ചിട്ടും ഇനിയും ബാലപാഠത്തിൽ കഴിയുന്ന 1-ാം ക്ലാസ്സിൽ കഴിയുന്ന ജനകോടികളുണ്ട്. അപ്പോൾ വചനത്തിൻ്റെ ആഴങ്ങൾ, മർമ്മങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാം. ആരുടെ ഉള്ളിലേക്കും ആരുടെ ഹൃദയത്തിലേക്കും ആരു വഴിയും ഈ ശത്രുവിന് ഈ വിദ്വേഷത്തിൻ്റെ വിത്ത് വിതറാം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, അങ്ങനെ ഒരു വിത്ത് എൻ്റെ ഉള്ളിൽ വീണിട്ടുണ്ടോ? ഈ വിത്തിനോട് ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് പ്രാർത്ഥനയാക്കി മാറ്റണമെന്നാണ് കർത്താവ് പറയുന്നത്. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? 2 പ്രാർത്ഥന നമുക്കുണ്ട്. ഒന്ന്, ഈ 40 ലക്ഷം അല്ലെങ്കിൽ അതുപോലത്തെ ഒരു പ്രശ്നം ഒരു വ്യക്തി വഴി ഉണ്ടാകുമ്പോൾ ഞാൻ അതുമായിട്ട് ദൈവസന്നിധിയിലിരുന്ന് കുറച്ച് നേരം ധ്യാനിച്ചതിന് ശേഷം ആ പ്രാർത്ഥിക്കുകയാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇത് ഞാൻ എന്നെ വഞ്ചിച്ച, എനിക്കെതിരെ അപവാദം പറഞ്ഞു വരുത്തിയ, എന്നെ 40 ലക്ഷം വഞ്ചിച്ച, എന്നെ മാനസികമായിട്ട് തകർത്ത ആ മകനെ കൂടി രക്ഷിക്കാനാണല്ലോ നീ കാൽവരി കുരിശിനായത്. അവളുടെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കാം. അതല്ലെങ്കിൽ കുറച്ചുകൂടി മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്, ചെറിയ പ്രാർത്ഥനയാണ്. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം. മരക്കുരിശിൽ കിടന്ന് അന്ത്യശ്വാസം വലിക്കുന്നതിന് തൊട്ടു മുൻപ് ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഈ പ്രാർത്ഥന ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയിൽ പിശാച് ആരു വഴിയും വിദ്വേഷത്തിൻ്റെ വിത്ത് വിതച്ച് ആ മകളുടെ ആത്മീയ ജീവിതത്തെ തകർക്കാൻ പറ്റില്ല. മറിച്ച് സൂര്യൻ അസ്തമിക്കുന്നവരെ ഉദിക്കുന്നവരെ ഞാനിത് കൊണ്ടു നടക്കുകയാണെങ്കിൽ പിശാച് മുതലെടുക്കും. ഞാൻ ദൈവസന്നിധിയിലേക്ക് വരുന്നില്ലെങ്കിൽ, ഞാൻ ആ വിഷയം പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നില്ലെങ്കിൽ, അത് പ്രാർത്ഥനയാക്കി മാറ്റുന്നില്ലെങ്കിൽ അത് പിശാച് അത് മുതലെടുക്കും. അങ്ങനെ ഒത്തിരി ധാരാളം മക്കളുടെ ആധ്യാത്മിക ജീവിതം അധപ്പതിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആർക്കെങ്കിലും ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്ന് പറയുമ്പോൾ അടിതൊട്ട് മുടി വരെ. യൂദാസിനെ പറ്റി അപകടം അതായിരുന്നു. യേശുവിൻ്റെ പ്രസംഗങ്ങൾ മുഴുവനും യൂദാസ് കേട്ടുകൊണ്ടിരുന്നത്. പക്ഷെ യൂദാസ് ചിന്തിച്ചത്, ഇതൊക്കെ ഈ താഴെ ഇരിക്കുന്ന സാധാരണക്കാരോട്, പാപികളോട് ഗുരു പ്രസംഗിക്കുന്നത്. ഞാൻ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമല്ലേ, 12 പേരിൽ ഒരുവനല്ലേ, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ പിന്നെ ഈ യൂദാസിനെ യേശു വിളിച്ച് മാറ്റി ഒരു കൗൺസിലിംഗ് കൊടുക്കണ്ടേ? മോനെ യൂദാസ്, ഈ സ്തോത്ര കാഴ്ച കിട്ടുന്നത് നീ ഇതിൽ നിന്ന് മോഷ്ടിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. ഇത് 7-ാമത്തെ കൽപ്പനയുടെ ലംഘനമാണ്, ഇത് നിനക്ക് ദോഷം ചെയ്യും എന്നൊരു കൗൺസിലിംഗ് കൊടുക്കണ്ടേ? യേശുവിൻ്റെ പ്രബോധനം എങ്ങനെയാണ്? കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അത് നമ്മളോടും അത് തന്നെയാണ്. ഈ ഓരോ പ്രാവശ്യവും നമ്മൾ ധ്യാനത്തിൽ, ടെലിവിഷനിലൂടെ, പള്ളിയിലെ കുർബാനയിൽ ആരിലൂടെ ദൈവവചനം കേട്ടാൽ ദൈവം ആരിലൂടെ വേണമെങ്കിൽ സംസാരിക്കാം. അത് ദൈവത്തിൻ്റെ കരം അതിൻ്റെ പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കി അത് തിരുത്തുന്നവൻ ഓരോ പടി വിശുദ്ധിയിലേക്ക് നാൾക്കുനാൾ ചവിട്ടിക്കയറും. അത് ഓരോ പ്രാവശ്യവും കേൾക്കുമ്പോഴത് അവഗണിക്കുന്നവൾ
അത് ഹൃദയം കഠിനമായിക്കൊണ്ടേയിരിക്കും. ആർക്കും മാനസാന്തരപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ വ്യക്തി കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവസാനം എന്ത് സംഭവിച്ചു? യേശു വിശുദ്ധ കുർബാന സ്ഥാപിക്കുക. 11 അപ്പസ്തോലന്മാർ പരിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ ദൈവിക ജീവൻ, ക്രിസ്തുവിൻ്റെ തന്നെ ശക്തി അവരിലേക്ക് പ്രവഹിച്ചു. അതേ നിലയിൽ യൂദാസിനെ കുറിച്ച് പറയുന്നത് അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ സാത്താൻ യൂദാസിൽ പ്രവേശിച്ചു എന്ന്. ഇന്ന് സഭയിൽ കാണുന്ന വലിയൊരു അപകടം, വലിയൊരു ദുരന്തം എന്ന് പറയുന്നത് ധാരാളം മക്കൾ വിദ്വേഷത്തിലൂടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. ദൈവവചനമൊക്കെ കേട്ട് ധ്യാനവും കൺവെൻഷനുകളൊക്കെ നടന്നു, പള്ളി നിറയെ ആൾ വരുന്നുണ്ട്, നല്ല കാര്യമാണത്. ധാരാളം പേരുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇന്നൊരു സർവ്വസാധാരണമായിട്ട് ഒരു സാധാരണ ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ ആരോടെല്ലാം എന്തെല്ലാം വെറുപ്പും വിദ്വേഷവും ഉണ്ടെങ്കിലും, സ്വന്തം ഭർത്താവിനോട് എത്ര നാൾ സംസാരിക്കാതിരുന്നാലും, സ്വന്തം ഭാര്യയോട് എത്ര നാൾ മിണ്ടാതെ നടന്നാലും, സ്വന്തം അയൽക്കാരനോട് എത്ര വർഷം പിണങ്ങി നടന്നാലും യാതൊരു മനസാക്ഷിക്കടിയില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന രീതിയിലേക്ക് മനസാക്ഷി മരവിച്ച ഒരു പറ്റം ആൾക്കാർ അധപ്പതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബൈബിൾ നമ്മളോട് പറയുകയാണ്, കോപിക്കാമതൊരു വികാരമാണ്, അത് അതിൽ തന്നെ തെറ്റെന്ന് പറയാൻ പറ്റില്ല. ശ്രദ്ധിക്കേണ്ടത് പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നവരെ നീണ്ടുപോകാതിരിക്കട്ടെ. എൻ്റെ ഒരു അപേക്ഷ ഇതാണ്. ഏതായാലും നിങ്ങൾ അരമണിക്കൂർ സമയം ഇന്ന് ടെലിവിഷന് മുമ്പിലിരുന്നു. ഒത്തിരി നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പുതിയ കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ബൈബിളിലില്ലാത്ത പുതിയൊരു സന്ദേശം തരാനും എനിക്കില്ല. ക്രിസ്തു ആരംഭം മുതൽ അവസാനം വരെ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം വീണ്ടും ഞാൻ ആവർത്തിക്കുകയായിരുന്നു ഈ ഒരു ക്ലാസ്സിലൂടെ. ദയവ് ചെയ്ത് ഒന്ന് ചിന്തിക്കുക. ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരമുണ്ട്. ഈ സംസാരിക്കുന്നതിൻ്റെ പിന്നിൽ ഇതാർക്ക് വേണ്ടിയാണ് ദൈവം സംസാരിക്കുന്നത്? ഇനി ഒരു പക്ഷേ എനിക്ക് ഇതുപോലത്തെ ഒരു സന്ദേശം ഇനി എനിക്ക് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. ഇന്നിപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു, ആക്സിഡൻറ്റിൽ മരിക്കുന്നു, പ്രകൃതി ദുരന്തത്തിൽ മരിക്കുന്നു. ഓരോ ദിവസം നമ്മൾ പത്രത്തിൽ കാണുന്നത് പെട്ടെന്നുള്ള മരണം. അവർക്കൊക്കെ ആരോടെങ്കിലും ക്ഷമിക്കാനോ ക്ഷമ ചോദിക്കാനോ ഉണ്ടെങ്കിൽ അതിനുള്ള പിന്നീട് അവസരം അവർക്ക് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് ചുറ്റും ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ അതിൽ നമുക്കൊരു സന്ദേശം ഉൾക്കൊള്ളാനുണ്ട്. യേശു സുവിശേഷം പ്രസംഗിക്കുന്ന സമയത്ത് 2 അപകടങ്ങൾ നടന്നിരുന്നു. ആ 2 അപകടങ്ങളും യേശു പിറ്റേ ദിവസത്തെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി. ഒന്ന് സീലാവിൽ ഗോപുരം ഇടിഞ്ഞു വീണതാണ്, മറ്റൊന്ന് രാജാവ് കുറച്ച് പേരെ കൊന്നത്. അപ്പോൾ യേശു പറയുക, നിങ്ങൾ എന്ത് തോന്നുന്നു? ആ ഗോപുരം ഇടിഞ്ഞു വീണത് മരിച്ചവർ അന്ന് ലോകത്തിലെ ഏറ്റവും പാപികളാണെന്ന് ചിന്തിക്കുന്നു? അല്ല, ഇതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാനുണ്ട്. നമ്മൾ ടെലിവിഷനിൽ പത്രത്തിൽ ദുരന്തങ്ങൾ വായിക്കുമ്പോൾ ഞാനും ഒരു നീർക്കുമുളയാണ്, ഇന്നല്ലെങ്കിൽ നാളെ എപ്പോൾ വിളി കിട്ടിയാലും പോകേണ്ടവനാണ്. 6 അടി മണ്ണിൽ പോയിട്ട് എനിക്ക് ആരോടെങ്കിലും ക്ഷമ ചോദിക്കാൻ പറ്റുമോ? 6 അടി മണ്ണിൽ കടന്ന് എനിക്ക് ആരോടെങ്കിലും ക്ഷമിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ ചെയ്യേണ്ടത് ഇപ്പോഴാണ്. അതുകൊണ്ട് ബൈബിൾ പറയുകയാണ്, വിധക്കാരൻ്റെ ഉപമയിൽ ഈശോ പറഞ്ഞു, ആ ദൈവരാജ്യത്തിൻ്റെ ഉപമയാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല കളകൾ ഇതിനിടയിൽ ദുഷ്ടൻ കളകൾ വിതച്ചിട്ട് കടന്നുപോയി. അതിനെക്കുറിച്ച് തിരുവചനം പറയുകയാണ്, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിട്ടുണ്ട്. ഈ അശുദ്ധിയോട് കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. അങ്ങനെ ഓരോ പ്രാവശ്യവും കുർബാന സ്വീകരണം വഴി നമ്മുടെ ഹൃദയം ഒന്നുകൂടി കഠിനമായിക്കൊണ്ടേയിരിക്കുന്നു. ഈ തിരുവചനത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആവശ്യമായുള്ള കൃപാവരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം തന്നെയായ ദൈവമേ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് സ്നേഹത്തിൽ ഐക്യപ്പെട്ട് ഒന്നായിരിക്കുന്ന പോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞങ്ങളും ഒന്നായിരിക്കണം എന്നുള്ള അങ്ങയുടെ ഹിതം ഈ ഭൂമിയിൽ നടപ്പാക്കാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ സഭയിലേക്ക്, കുടുംബങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.